ഹായ്, ഇന്ന് ഉറവിലേക്ക് വന്നതാണ്. ഇന്ന് ഞായറാഴ്ചയാണ് എന്ന് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് മേപ്പാടിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉറവിൽ കുറച്ച് മുളൻ തൈ വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. അങ്ങനെ ഉറവിലെത്തിയപ്പോഴാണ് അവിടെ ലീവാണെന്ന് അറിഞ്ഞത്. ഏതായിരുന്നാലും അതിൻ്റെയൊക്കെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മാഷെ കണ്ടു. അദ്ദേഹം തൈകൾ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇത് വളരെ കൗതുകം തോന്നി. ഇരിക്കുന്ന സീറ്റ് മുതൽ അതിൻ്റെ തൂണ് മേൽക്കൂര വരെ ബാമ്പു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അടിപൊളിയായി തോന്നി. അതുകൊണ്ടാണ് അത് എടുത്തത്. ഉറവ് ബസ് സ്റ്റോപ്പ്, അവിടെ നിന്നാണ് നമ്മൾ ബസ്സൊക്കെ നിർത്തിയിട്ട് ആളുകളെ കയറ്റി പോകുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടേക്കുള്ള സൂചക ബോർഡാണിത്. അവിടേക്ക് വരുന്ന മെയിൻ റോഡാണ്. വലിയ റോഡിൻ്റെ വക്കത്ത് തന്നെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് അതും മുള കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഈ ഒരു ബാംബു നഴ്സറിയിലേക്ക് കടക്കുന്ന എൻട്രൻസ്. ഇവിടെ കാണുന്ന എല്ലാം 70ഓളം വരുന്ന മുളകളുടെ വെറൈറ്റീസ് ആയിട്ടുള്ള നഴ്സറി ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആളുകൾ തൈകൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അവിടെ ഒരു ട്രസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് 96-ൽ. ഓക്കെ, ഇപ്പം ഏതാണ്ട് 30 വർഷത്തിനടുത്തായി. മുളയിൽ തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. മുളയിൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹട്ട് കണ്ടില്ലേ, കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൊണ്ടുപോയി പ്ലാന്റ് ചെയ്ത് കൊടുക്കുമോ? നഴ്സറി ഉണ്ട്. നഴ്സറി പ്ലാന്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പം ഏതാണ്ട് 70ൻ്റെ അടുത്ത് വെറൈറ്റി മുളകളുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെയാണ് ഈ മുള കൊണ്ട്? ക്രാഫ്റ്റ് ആണ്. ഇന്നിപ്പോൾ അവധിയായിരിക്കും തുറന്നിട്ടുണ്ട്. അത് ഉറവാണ് അതിൻ്റെ അതെല്ലാം ഒറ്റ ഇതിൻ്റെ കീഴിലുള്ള ട്രസ്റ്റിന്. അപ്പോൾ ഈ പല കളറിലൊക്കെ ഉള്ള മുളകളുണ്ടല്ലോ, ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു തന്നാൽ. ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല തരത്തിലുണ്ട്. അലങ്കാര മുളകളുണ്ട്, അല്ലാണ്ട് നമുക്ക് ഉപയോഗത്തിന് പറ്റുന്നുണ്ട്. പിന്നെ ഈ മണ്ണൊലിപ്പ് തടയാനും ബാക്കിയുള്ളതിനും ഇപ്പോൾ പുഴയോര സംരക്ഷണത്തിനൊക്കെ പറ്റുന്ന ഇനങ്ങളുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പൊക്കം കുറഞ്ഞൊരു 2 അടി വരുന്ന സാധനങ്ങൾ മുതൽ 100 അടി വരുന്ന ആനമുള വരെ. അപ്പോൾ ആൾക്കാരുടെ ആവശ്യങ്ങൾക്കും ഇതിനനുസരിച്ച് സാധനങ്ങൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ പേരെന്താ? ഇതിനൊക്കെ എല്ലാത്തിനും പേരുണ്ടല്ലേ? പാർവിഫോളിയ എന്നാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന സാധനങ്ങൾക്കൊന്നും നമുക്ക് ലോക്കൽ പേര് കിട്ടും. ഇതിനെന്താ പേര് പറഞ്ഞത്? പാർവിഫോളിയ. ഇത് ഏതാ ദേശം, നാട്? ഇത് ആസാം ഭാഗത്തു നിന്നാണ്. ആസാം ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരിനം. ആസാമിലാണ് കൂടുതലും മുള ഐറ്റംസ് ഉള്ളത്. അവിടെ നിന്നാണ് മദർ പ്ലാന്റുകൾ കൂടുതലും വരുന്നതെന്നാണ് ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. നമ്മൾ സാധാ മുളകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഫോറസ്റ്റിലൊക്കെ ഉള്ള. മുള്ള് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇത് അതേ ലുക്കാണ്. കണ്ടോ, മുള്ളുകളാണ് നിറച്ച് നമുക്ക് തോന്നും കാഴ്ചയിൽ. പക്ഷേ മുള്ളില്ലാത്ത ഒരു ഇനം മുളയാണിത്. നല്ല സ്റ്റൈലാണ്. കാട്ടിലെ മുള പോലെ തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഫോറസ്റ്റ് ലുക്ക് കിട്ടുന്ന സാധനം അത്. ഇത് റിച്ചൈ എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കലായിട്ടുള്ള പേര് വരുന്നത്. ഇത് ഒരങ്കോലെന്ന് പറയും. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അറിയപ്പെടുക. ഒരങ്കോലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഹോളില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ്. ഇത് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു 10-20 അടി ഹൈറ്റിൽ ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. നല്ല ഉറപ്പായിട്ട് ഉള്ളൊരു സാധനമാണ്. പിന്നെ പടലിലധികം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, വീട്ടിൻ്റെ പരിസരത്തൊക്കെ പ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇനം സാധനമാണിത്. അടിപൊളിയാണ്. ഒരു വീട്ടിൽ ഇത് ഒരു ഒന്ന് വേണമെന്നുള്ളതാണ്. അത്രയ്ക്ക് ഉപകാരിയാണ് ഈ സാധനം. ഇത് വൈറ്റ് ലീഫ് എന്ന് പറഞ്ഞ ഒരു ഇനം. നമ്മളെ ബൗണ്ടറിയിലൊക്കെ വെക്കാനും അതുപോലെ തന്നെ വലിയ മുറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് വെട്ടി ഒതുക്കി നമുക്ക് ഷേപ്പാക്കി എടുക്കാനൊക്കെ കഴിയുന്ന ഒരു ഇനം സാധനമാണിത്. ഇത് ട്രിറ്റസ് അഥവാ നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കല്ലൻമുള. ഉറപ്പുള്ള മുളയാണ്. അധികം പടലില്ല. നമുക്ക് റിസോർട്ടിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റും, പുഴ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മുളയാണ്. ഇതാണ് കോപ്പർ ബാമ്പു. ഇതിൽ ഫുൾ ഇല ഉണ്ടാവും. ഇപ്പോൾ വയനാട്ടിലെ സംബന്ധിച്ച് നല്ല ചൂടുള്ള സമയമാണ്. നല്ല ചൂട് വെച്ചാൽ നല്ല ചൂടാണ്. എന്നിട്ട് പോലും ഇതിനടിയിൽ നിൽക്കുമ്പോൾ നല്ലൊരു കൂളിങ്ങാണ്. ഒരു പ്രത്യേക കളറാണ്, ഒരു മഞ്ഞയും പച്ചയും കളർന്നിട്ടുള്ള അതിമനോഹരമാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോക്കൂ. അടിയിൽ ചെറിയൊരു സിസ്റ്റമായിട്ടാണ് വളരുന്നത്. എന്നാലോ മേളിലേക്ക് വരുമ്പോൾ ഒരു പന്തൽ പോലെ വിരിച്ച് നമുക്ക് തണലേകാൻ എന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണിത്. ഇതേതാ? ഇത് വൈറ്റ് ബാമ്പു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്.
ഇത് വൈറ്റ് ബാമ്പു എന്ന് പറഞ്ഞ ഒരു ഇനാണ്. നല്ല തിക്ക ഇലയാണ് കേട്ടോ. ഇതിന്റെ തണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിക്കോളൂ കേട്ടോ. വൈറ്റ്, ഗ്രീൻ, ലൈറ്റ് യെല്ലോ അങ്ങനെയുള്ള നല്ല രസമല്ല ഗാർഡനിലൊക്കെ നടാൻ കഴിയുന്ന നല്ല ഒരു വെറൈറ്റി സാധനം. ഇത് ടൈഗർ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു മുളയിനാണ്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സെപ്പറേറ്റ് ആക്കാനൊക്കെ വേലി പോലെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാധനമാണ്. നമുക്ക് ജൈവമായിട്ടുള്ള ഒരു വേലി. ഇപ്പോൾ നമുക്കറിയാം ഒരു വേലിയൊക്കെ നമുക്ക് കോൺക്രീറ്റിലോ ഇഷ്ടിക വെച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ കൂലിച്ചിലവാണ്. ഇത് അത്ര ഒന്നും വരില്ല. നല്ല വെട്ടി ഒതുക്കി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ കോട്ടേജുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഒന്നൊന്നിന് സെപ്പറേഷൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇനത്തിൽപ്പെട്ട സാധനമാണ്. നല്ല തിക്കായിരിക്കും. ഇത് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇനത്തിൽപ്പെട്ട സാധനമാണ്. ഇതൊരു ജപ്പാനീസ് വെറൈറ്റിയാണ്. കുമസാക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ശരിക്കും? ഇതിങ്ങനെ അലങ്കാരം തന്നെ. അപ്പോൾ നമ്മൾ വഴിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വഴിയുടെ രണ്ട് സൈഡിലൊക്കെ വെക്കാൻ കഴിയുന്ന ഒരു അലങ്കാര മുളയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇനത്തിൽപ്പെട്ടാണിത്. നമ്മൾ മേലെ കണ്ടിരുന്ന ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കമ്പായിട്ട് കമ്പ് കണ്ടില്ലേ, തൊട്ടടുത്തടുത്തടുത്തായിരിക്കും കമ്പുകൾ. ഇത് അതിൻ്റെ യെല്ലോ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. നമ്മളെ മുറ്റത്തൊക്കെ അലങ്കാരത്തിനൊക്കെ വെക്കാൻ കഴിയുന്നതും റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും ഒക്കെ അലങ്കാരമായിട്ട് ഗാർഡനിലൊക്കെ വെക്കാൻ കഴിയുന്ന സാധനം. ഇത് ബ്ലൂ പൈൻ എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട മുളയാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു 70ഓളം വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് അധികം വളരില്ല, അധികം വളരാതെ നിൽക്കുന്ന ഒരു തരം മുള ഇനാണ്. ഇതൊക്കെ സാധാ മുള തന്നെയല്ലേ? സാധാ വലുതാവുന്ന ഇതൊക്കെ വലുതാവുന്ന ഇനാണ്. ഇത് ആസ്പർ എന്ന് പറയും. ഇത് മുളയുടെ കൂമ്പിന് വേണ്ടിയിട്ട് കറി വെക്കുക. നമ്മൾ മുളയുടെ കൂമ്പൊക്കെ കറി വെക്കാറുണ്ടല്ലോ. ഹായ് ഗൈസ്, ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഉറവ് എന്ന ഒരു സ്ഥാപനമുണ്ട്, ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൽ മുളകളുടെ തൈ വാങ്ങാൻ വേണ്ടി പോയതാണ്. എൻ്റെ പഞ്ചായത്തിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. 1996 ആരംഭിച്ചതാണ് ഈ ഒരു ട്രസ്റ്റ്. 30 വർഷമായി ഇത് ആരംഭിച്ചിട്ട്. ഉറവ് എന്നാണ് അതിൻ്റെ പേര്. പുതിയ ഇനം മുളകൾ കണ്ടെത്തുക, അത് ഉൽപ്പാദിപ്പിക്കുക, മുള കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള പരിശീലനം നൽകുക, പരിശീലനം സിദ്ധിച്ച ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കരകൗശല വസ്തുക്കൾ തിരിച്ചെടുത്ത് അത് വിറ്റ് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. മുളകളെ കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന മുളകൾ അവർ ഏറ്റെടുക്കുന്നുണ്ട്. 70ഓളം വെറൈറ്റി മുളകൾ ഇന്ന് നമ്മളെ ഉറവിൽ പോയാൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. മുള കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വീട്, അതിൻ്റെ കാല് മുതൽ അതിൻ്റെ മേൽക്കൂര വരെ മുള കൊണ്ട് മാത്രം ഉണ്ടാക്കിയത് അവിടെ പോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മുള കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ക്രാഫ്റ്റുകൾ ഒരുപാട്, വള, മാല, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും മുള കൊണ്ട് അവിടെ ഉണ്ടാക്കിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മുളം തൈകൾ വിലക്കുറവിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ്. 70ഓളം വെറൈറ്റി മുളകൾ അവിടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്താൽ കൊറിയറായി നമ്മൾ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്ത് തരണം എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശങ്ങൾ നൽകണമെങ്കിൽ അതിനും അവർ തയ്യാറാണ്. അങ്ങനെയുള്ള എല്ലാവിധ സപ്പോർട്ടും ഉറവ് എന്ന സ്ഥാപനം നമുക്ക് നൽകുന്നുണ്ട്. ആയിട്ടുള്ള ഒരേനാണിത്. നല്ല വണ്ണമുള്ള, നമുക്ക് ഒരു പന്തലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നില്ലേ, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. റിസോർട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒക്കെ നല്ല അലങ്കാരത്തിലൊക്കെ വെക്കാൻ കഴിയുന്ന ഒരു മുള ഐറ്റാണിത്.
ഇത് നമ്മളെ സാധാ ഓട, നമ്മളെ പുഴ സൈഡിലൊക്കെ കാണുന്ന ഓടയുടെ നഴ്സറിയാണ്. ഇത് എത്ര ഏക്കറിലാണ് മാഷ കിടക്കുന്നത്? നമ്മളെ ഈ ഏകദേശം ഒരു 3 ഏക്കർ. ഒരു 3 ഏക്കറയിൽ വിപുലമായിട്ട് ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ് ഞാനിവിടെ എത്തിയത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്റ്റാഫൊക്കെ കുറവാണ്. ഇവിടുത്തെ എല്ലാമാണ് ഈ മാഷ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് മാഷാണ്. ഞാനിവിടെ വരുമ്പോഴൊക്കെ മാഷാണ് കാണാറുള്ളത്. ഇതേതാ? ഗ്രാഫ്റ്റിംഗ് ലാത്തിമുള എന്ന ഇതെന്തായാലും ഉപയോഗിക്കുന്നു മാഷേ? ഇത് പണ്ട് പോലീസുകാർ ലാത്തിക്ക് എടുത്തിരുന്നു. ഇപ്പൊ അത്യാവശ്യം തോട്ടി ഇങ്ങനത്തെ പിന്നെ KCB-ക്കാര് എടുക്കുന്ന. പണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും കുട്ടിക്കാലത്തൊക്കെ പോലീസുകാരെ ലാത്തി കണ്ടില്ലേ? ആ ലാത്തിയൊക്കെ ഈ ഒരു വെറൈറ്റി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പറയും. നല്ല തിക്കും ഉണ്ടാവും, നല്ല ഉറപ്പുമായിരിക്കും. ഇവിടെയൊക്കെ അങ്ങനെ നമ്മളെ ഈ ഇവിടെയുള്ള എല്ലാ ഇനം മുളത്തൈകളും ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, അത് വളർന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സ്റ്റൈല് എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവരുടെ നഴ്സറിയുടെ തോട്ടത്തിൽ എല്ലാ വെറൈറ്റിയും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും വളർന്നു വന്നാൽ നമുക്ക് അത് കണ്ടുകൊണ്ട് ഇന്നതാണെന്നും അത് വളർന്നു വന്നാൽ ഇന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ നഴ്സറിയിൽ തന്നെ അതിവിദഗ്ധരായിട്ടുള്ള ഒരു 8-9 സ്റ്റാഫുണ്ട്. അതുപോലെ ഉറവിൻ്റെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥലത്തും കൂടി ഏകദേശം ഒരു 100-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതെ, 100ഓളം ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭാഗം കൂടിയാണ്. അത് കൂടാതെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടേക്ക് ഓർഡർ ചെയ്താലും ഇവർ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അതിൻ്റെ സാമ്പിൾ നോക്കാൻ അതിനുള്ള സംവിധാനമുണ്ട്. അതിൽ നോക്കി നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അയച്ചു തരാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് ഗൂഗിളിൽ ഉറവ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ബാംബു നഴ്സറി നോക്കിയാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. പിന്നെ നമുക്ക് ഇപ്പോൾ അത് അപ്ഡേറ്റ് ഫുള്ളായിട്ടില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇത് നമ്മൾ തണലിനൊക്കെ നടുന്ന ഇതിന് പേരുണ്ടോ? പക്ഷേ മെമ്പർനേഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ഇനം മുളയാണിത്. ഇത് നമ്മൾ തണലിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. താഴ്നാട്ടിലേക്കൊക്കെ ഒരുപാട് പറ്റും. കാരണം നമ്മൾ നല്ല ചൂടുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഇങ്ങനെ റൗണ്ടായി നിൽക്കും. അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അടിയിൽ സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് നമുക്ക് തണുപ്പ് കൊള്ളാനൊക്കെ കഴിയുന്ന, അതുപോലെ റിസോർട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മുള ഇനമാണിത്. ഇതിൻ്റെ കളറ് ഉണ്ടോ? സാധാരണ നമ്മൾ വെള്ള വരള്ള ഇനമല്ല. ഇതൊരു അലങ്കാര മുളത്തൈയാണിത്. നമ്മൾ സാധാരണ വെള്ളവര ഉള്ള ഒരു വേറെ വെറൈറ്റി ഉണ്ട്, അതല്ലത്. ഇതൊരു അലങ്കാരത്തിന് മാത്രമായിട്ട് നമുക്ക് ഗാർഡനിലും മുറ്റത്തൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാധനമാണ്. ഇതെല്ലാം നഴ്സറിക്ക് ഉള്ളിൽ തന്നെ ഉള്ള മദർ പ്ലാന്റുകളാണ്. ഇതിൽ നിന്നൊക്കെ വെട്ടിയിട്ടാണ് അവരിവിടെ നട്ടുണ്ടാക്കി. ഇതിൽ നിന്നൊക്കെ വെട്ടിയിട്ടും ഒക്കെയാണ് അവർ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബസ് വെയിറ്റിംഗ് ഷെഡാണ് ഉറവിന് മുൻപിലായി. ഇതിൻ്റെ മേൽക്കൂര അടക്കം മുളയാണ്. ഇത് മുള അല്ലേ?
മുള വർഗത്ത് പെട്ടുമല്ല, അങ്ങനത്തെ അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ആ മനസ്സിലായി. ബാംബു നഴ്സറീസ്